എൻ്റെ മോളെ, നീ ഇങ്ങനെ ഇടയ്ക്കിടെ വീട്ടിലേക്ക് ഓടി വന്നാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കെട്ടിച്ചു വിട്ടതും പോരാ, നിന്നെപ്പോലെ ഒരു പെണ്ണ് ഇവിടെ വേറെയുണ്ട്. നിന്റെ ഏട്ടൻ്റെ ഭാര്യ. അവളിങ്ങനെ അവളുടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ? അമ്മയുടെ വാക്കുകളിൽ അനിഷ്ടം പ്രകടമാണെന്ന് മനസ്സിലായപ്പോൾ അപർണയ്ക്കുള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തുകയായിരുന്നു. പിന്നെ എനിക്ക് ഓരോ വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ട് പോകും? ഇത് കൊള്ളാലോ, കെട്ടിച്ചു വിട്ടപ്പോൾ കഴിഞ്ഞോ ഇവിടുത്തെ എൻ്റെ അവകാശമെല്ലാം? അതോ ഇനി ഏട്ടനും മരുമോളും മതിയെന്നാണോ? എന്നാൽ ഞാൻ വല്ല പുഴയിലോ മറ്റോ ചാടി ചത്തേക്കാം. എന്നാൽ പിന്നെ നിങ്ങൾക്കും എൻ്റെ കെട്ടിയോൻ്റെ വീട്ടുകാർക്കും ഞാനൊരു ബാധ്യതയാവില്ലല്ലോ. അതും പറഞ്ഞ് വന്ന വഴി പുറത്തേക്ക് തന്നെ ചാടി ഇറങ്ങി നടന്ന അവളെ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അമ്മ. എടീ, നീ എന്തേലും പറയുന്നത് മുഴുവൻ കേൾക്കുന്നതിന് മുന്നേ വാളെടുക്കാൻ നിൽക്കരുത്. അതാ നിന്റെ കുഴപ്പം. പക്ഷെ അമ്മ പറയുന്നത് കേൾക്കാനോ അതിന് മറുപടി നൽകാനോ നിന്നില്ല അപർണ. മുന്നോട്ട് നടക്കുമ്പോൾ ഇനി എങ്ങോട്ട് പോകും എന്ന ചിന്തയിലായിരുന്നു അവൾ. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം മാത്രം പറയുന്ന അമ്മായിയമ്മയും അതിനൊത്തു തുള്ളുന്ന മകനുമുള്ള ആ വീട്ടിലേക്ക് ഇനിയില്ലെന്ന് മനസ്സാർ ഉറപ്പിച്ചാണ് ആ പടി ഇറങ്ങിയത്. തിരികെ പോകുന്നത് നാണക്കേടാണ്. മാത്രമല്ല, ഇറങ്ങിപ്പോയാലും തിരികെ വലിഞ്ഞു കയറി വന്നോളൂ എന്ന വിശ്വാസം അവരുടെ കുത്തുവാക്കുകൾക്ക് ആക്കം കൂട്ടും. അത് വേണ്ട, ഇനി അങ്ങോട്ടില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചുകൊണ്ടവൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് പിറകിൽ നിന്ന് വിളികേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു. എങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കുമ്പോൾ ഒരു പിടിവള്ളി പോലെ മുന്നിൽ നിൽക്കുന്ന കൂട്ടുകാരിയെ അപർണ കണ്ണിമ ചിമ്മാതെ നോക്കി. എന്താടി നീ ഇങ്ങനെ നോക്കുന്നത്? ആ ചോദ്യം പോലും കേൾക്കാൻ നിൽക്കാതെ അവളുടെ സ്കൂട്ടിയുടെ പിറകിലേക്ക് കയറി അപർണ. എൻ്റെ മായേ, സത്യം പറഞ്ഞാൽ എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. ഇവിടെ അടുത്താണെങ്കിൽ നല്ലൊരു ഹോട്ടൽ പോലും ഇല്ല. നീ വണ്ടിയെടുക്ക്, എന്നിട്ട് നല്ല ഒരു ഹോട്ടലിൽ നിർത്ത്. അവളുടെ ധൃതി കണ്ടപ്പോൾ ലവൾ തന്നെ പോലും തിന്നുവെന്ന് തോന്നിപ്പോയി മായയ്ക്ക്. അവൾ വേഗം വണ്ടി മുന്നോട്ടെടുത്ത് അടുത്ത് കണ്ട ഒരു ഹോട്ടലിന് മുന്നിലേക്ക് നിർത്തി. ഭക്ഷണത്തിന് ഓർഡർ കൊടുത്ത് കാത്തിരിക്കുമ്പോൾ മായയാണ് ചോദിച്ചതും. അല്ല പെണ്ണെ, നിനക്ക് കെട്ടിയോൻ്റെ വീട്ടിൽ നിന്ന് തിന്നാനൊന്നും തരുന്നില്ലേ? ചോദ്യം ചിരിയോടെ ആയിരുന്നെങ്കിൽ അപർണയുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ മായ ആ ചിരി മെല്ലെ ഒതുക്കി. അവിടുത്തെ കുറ്റവും കുറവും കഴിഞ്ഞ് എനിക്ക് എന്ത് കഴിക്കാനാണ്? ഒന്ന് മൊബൈൽ നോക്കിയാൽ കുറ്റം, TV കണ്ടാൽ കുറ്റം, വല്ല ബുക്സും വായിക്കാമെന്ന് വെച്ചാൽ കുറ്റം. കുറ്റം പറച്ചിൽ കേട്ട് മടുത്തു. സ്വന്തം വീട്ടിൽ ചെന്നാൽ കെട്ടിച്ചു വിട്ട പെണ്ണ് ഇടയ്ക്കിടെ കയറി വരുന്നത് നാട്ടുകാർ കണ്ടാൽ അവർക്ക് നാണക്കേട്. മടുത്ത് ഈ ജീവിതം. എടി, ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ. എല്ലാത്തിനും അതിൻ്റേതായ സമയം കണ്ടെത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മായ അത് പറയുമ്പോൾ അപർണ അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുന്നിൽ കൊണ്ടുവച്ച ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു. പിന്നെ ആ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ മായയും മുതിർന്നില്ല. കഴിച്ച് ബില്ല് കൊടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ മായ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി എന്താ നിന്റെ പരിപാടി? എങ്ങോട്ട് പോകാനാണ് പ്ലാൻ? പക്ഷേ അതിനൊരു മറുപടി നൽകാൻ അപർണയ്ക്കും കഴിഞ്ഞില്ല. ഒരു കാര്യം ചെയ്, തൽക്കാലം നീ എൻ്റെ വീട്ടിലേക്ക് പോരൂ. ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അതും പറഞ്ഞ് വണ്ടിയെടുക്കുമ്പോൾ അവൾക്കൊപ്പം അപർണയും കയറി. മുന്നിലൊരു വഴി തെളിഞ്ഞ ആശ്വാസത്തിൽ വണ്ടി വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മുന്നിലുണ്ടായിരുന്നു മായയുടെ അമ്മായിയമ്മ. ആ, മോളിന്ന് നേരത്തെ പോന്നോ? എന്തുറ്റി? തലവേദന വല്ലതും ആണോ? വയെങ്കിൽ കുറച്ചു നേരം കിടന്നു, ഞാനേ ചായ എടുക്കാം. ഇവളെ കൊണ്ടാക്കാൻ വന്നതാണോ മോള്? മായയോടുള്ള ചോദ്യവും അപർണയോടുള്ള ചോദ്യവും ഒറ്റ ശ്വാസത്തിൽ ചോദിച്ച അമ്മ എഴുന്നേൽക്കുമ്പോൾ മായ പുഞ്ചിരിയോടെ അപർണയൊന്ന് നോക്കി കണ്ണിറുക്കി കാണിച്ചു. ഒരു പ്രശ്നവും ഇല്ലമ്മേ, ഇതെൻ്റെ കൂട്ടുകാരി അപർണ. കുറേ നാളുകൾക്ക് ശേഷം ഇവളെ കണ്ടപ്പോൾ നേരെ ഇങ്ങോട്ട് കൂട്ടി. ഇന്നൊരു ദിവസം ലീവും. അവളുടെ വാക്കുകൾ കേട്ട് പുഞ്ചിരിയോടെ ആ അമ്മ അപർണയെ അകത്തേക്ക് ക്ഷണിച്ചു. എന്നാ മക്കൾ ഇവിടെ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അമ്മ അകത്തേക്ക് പോകുന്നത് നോക്കി നിൽക്കുന്ന അപർണയെ റൂമിലേക്ക് ക്ഷണിച്ചു മായ. വാ, വന്ന് ആ ഡ്രസ്സ് മാറ്. റൂമിൽ കയറി ഡ്രസ്സ് മാറുമ്പോൾ അത്ഭുതത്തോടെയാണ് അപർണ സംസാരിച്ചത്. എടി, നീ എന്തൊരു ഭാഗ്യവതിയാണെടി. എന്ത് നല്ല അമ്മായിയമ്മയാണ് നിനക്ക് കിട്ടിയത്. നിന്നോട് എന്തൊരു സ്നേഹ ആ അമ്മയ്ക്ക്. നീ വയ്യാതെ കയറി വരുവാണോന്ന് കരുതി എന്തോരം വിഷമമായിരുന്നു അമ്മയുടെ മുഖത്ത്. നീ ഭാഗ്യം ചെയ്തവളാ പെണ്ണെ. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ മായ തലയാട്ടിക്കൊണ്ട് ചിരിച്ചു. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ എന്നും പച്ചയാണ് മോളെ. കൂടുതൽ എന്തെങ്കിലും പറയും മുന്നേ ചായയുമായി അമ്മ വാതുക്കലെത്തിയിരുന്നു. എടി, എന്നാൽ നീയും അമ്മയും സംസാരിച്ചിരിക്കെ, അപ്പോഴേക്കും ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ശരിയെന്ന് തലയാട്ടി അമ്മ നീട്ടിയ ചായയും വാങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ അവൾക്കൊപ്പം അമ്മയുണ്ടായിരുന്നു. ചായ കുടിക്കുന്നതിനിടയിൽ അവളെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞിരുന്നു അമ്മ.
ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അപർണ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഭാഗ്യവതിയല്ലേ, മായയെപ്പോലെ നല്ലൊരു മോളെ മരുമകളായി കിട്ടിയില്ലേ, അതന്നെ വലിയൊരു ഭാഗ്യമല്ലേ എന്ന്. കേൾക്കേണ്ട താമസം പെട്ടെന്ന് അവരുടെ നെറ്റി ചുളിയുന്നതും മുഖം കറുക്കുന്നതും അപർണ ശ്രദ്ധിച്ചു. അതെ അതെ, നല്ല മരുമോളാണ്. ഈ കെട്ടിയൊരുങ്ങി നടപ്പേ ഉള്ളൂ, വീടിനൊരു ഉപകാരവും ഇല്ല. ഏത് നേരവും ഫോണിലാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഫോണുമായി ബാത്റൂമിൽ കയറിയത്. ഇനി ഇറങ്ങാൻ സമയം എത്ര ആകുമെന്നാ? ആരോടാണോ ഈ ശൃംഗാരം? പാവം എൻ്റെ മോൻ, അവൻ ഇതൊക്കെ എങ്ങനെ അറിയാൻ? ഇനി ഞാനിതൊന്നും പറഞ്ഞെന്ന് അവളോട് പറയണ്ട കേട്ടോ. എന്തിനാ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് കരുതിയിട്ടാണ്. അവരുടെ പതിയെയുള്ള വാക്കുകൾ കേട്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു അപർണ. മോൾക്കറിയോ, ഇവിടെ നിന്ന് ജോലിക്കെന്നും പറഞ്ഞു പോയാൽ ചിലപ്പോൾ കയറി വരുന്നത് പാതിരാത്രിയാണ്. ഏതവൻ്റെ കൂടെ എവിടെ പോയിട്ടാണോ വരുന്നത് ആർക്കറിയാം. ചോദിച്ചാൽ ഓഫീസിൽ ജോലി തിരക്കാണ്, ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിരിക്കും. അല്ലേലും ഞാനിതൊന്നും ആരോടും പറയാറില്ല കേട്ടോ. ഒരു ചെവിയിലൂടെ കേട്ടത് മറ്റേ ചെവിയിലൂടെ കളയും. അല്ലാതെ ഒരാളുടെ കുറ്റം പറഞ്ഞ് നടക്കാനോ തമ്മിൽ തല്ലിക്കാനോ ഞാൻ നിൽക്കാറില്ല. അതൊട്ട് ശീലവും ഇല്ല. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് മായ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായത്. അപ്പോഴേക്കും മായയും അവർക്കിടയിലേക്ക് വന്നിരുന്നു. എന്നാ മക്കൾ സംസാരിക്കേ, ഞാനീ അടുക്കളയിൽ പോയി ഉച്ചക്കത്തേക്ക് വല്ലതും ഉണ്ടാക്കി വെക്കട്ടെ. അമ്മ അകത്തേക്ക് പോകുന്നത് നോക്കിയിരിക്കുന്ന അപർണയെ ഒന്ന് തോണ്ടി മായ. എങ്ങനെയുണ്ട് എൻ്റെ അമ്മായിയമ്മ? കുറച്ചു മുന്നേ നീ പറഞ്ഞ വാക്കുകളിൽ നിന്ന് എന്തേലും മാറ്റമുണ്ടോ ഇപ്പോൾ? മായയുടെ ചിരിയോടെയുള്ള ചോദ്യം കേട്ട് അപർണ തല കുടഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പൊന്നോ, ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്ന്. ഇതിലും ഭേദം എൻ്റെ അമ്മായിയമ്മ തന്നെയാണ്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും എന്നേ ഉള്ളൂ. ആള് മാറിയാൽ കുറ്റം പറയില്ല. അത് കേട്ട് മായ പൊട്ടിച്ചിരിച്ചു. അതാണ് മോളെ ഞാൻ പറഞ്ഞേ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയായി തോന്നും. അടുത്ത് ചെന്നാലേ കാര്യം വ്യക്തമാകൂ. ഇതിലും ഭേദമാണ് നിന്റെ അമ്മയെങ്കിൽ ഇനി വൈകിക്കണ്ട. മോള് നേരെ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. കലർപ്പില്ലാത്ത സ്നേഹം നീ ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലാകും. മായ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ അവൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു അമ്മായിയമ്മ, കൂടെ അടുത്ത വീട്ടിലെ ചേച്ചിയും. അവൾ ഗേറ്റ് കടന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ ആ ചേച്ചി പതിയെ പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ രാവിലെ പോയിട്ട് കയറി വരുന്നത്. നിങ്ങൾ പാവമായോണ്ടാ കെട്ടിക്കേറി വന്ന പെണ്ണിങ്ങനെ തോന്നിയ പോലെ പോകുന്നതും വരുന്നതും. അപ്പോഴേക്കും അപർണയെ അടുത്തെത്തിയത് കണ്ട ചേച്ചി, മോള് വന്നോ എന്നും ചോദിച്ചുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ മുഖത്ത് ആ ചിരി അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ ദേഷ്യമോ മുഖം കടുപ്പിക്കലോ ഉണ്ടായില്ല. നീ പോയി വല്ലതും എടുത്ത് കഴിക്കും, വെയിൽ കൊണ്ട് ആകെ ക്ഷീണിച്ചു, അത്രേ പറഞ്ഞുള്ളൂ അമ്മ. അതിന് മറുപടി എന്നോണം തലയാട്ടിക്കൊണ്ട് അപർണ അകത്തേക്ക് നടക്കുമ്പോൾ പിറകിൽ നിന്ന് ആ ചേച്ചിയുടെ പതിഞ്ഞ വാക്കുകൾ അവളുടെ കാതിലെത്തി. ഇങ്ങനെ വളം വെച്ച് കൊടുക്കാതെ വീട്ടിൽ കയറ്റുന്നതിന് മുന്നേ 4 പുളിച്ചത് പറയണ്ടേ നിങ്ങൾ? കണ്ടില്ലേ ആ പെണ്ണിൻ്റെ പോക്ക്? അത് കേട്ട അമ്മയുടെ മറുപടിയും അവളുടെ കാതിലേക്ക് ഒഴുകിയെത്തി. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പുളിച്ചതും പുളിക്കാത്തതും പറഞ്ഞ് നാണം കെടുത്താൻ അവളിവിടെ വലിഞ്ഞു കയറി വന്ന പെണ്ണല്ല, എൻ്റെ മോളാണ്. അവളെക്കുറിച്ച് എനിക്കോ എൻ്റെ മോനോ ഇല്ലാത്ത വേവലാതി നാട്ടുകാർക്കും വേണ്ട. പിന്നെ അവളോട് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടാണ് തീയിൽ എണ്ണ ഒഴിക്കാൻ നീ കുറ്റിയും പറിച്ച് വന്നതെന്നറിയാം. അതുകൊണ്ട് പറയാം, അവളോട് ഞാൻ ദേഷ്യപ്പെടും. എൻ്റെ മോളോടും അങ്ങനെയായിരുന്നു. ആ സ്ഥാനം തന്നെയാണ് ഈ വീട്ടിൽ അവൾക്കും. അവർ ചെയ്യുന്നതിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീട് ആവർത്തിക്കാതിരിക്കാനാണ്. അല്ലാതെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അമ്മായി അമ്മമാരെ പോരാക്കുന്ന നിന്നെപ്പോലെയുള്ളവർക്ക് ഈ സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അത് പറയാതെ മനസ്സിലാക്കാൻ കഴിയുന്നിടത്തേ അത് സ്നേഹമായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം കുറ്റം പറച്ചിലും കുത്തിത്തിരിപ്പും ആകും. ഇനി ഒരു കാര്യം കൂടെ, ജീവിതത്തിൽ ഞാൻ നേടിയ സന്തോഷങ്ങളിലൊന്ന് എൻ്റെ മരുമോള് തന്നെയാണ്. അവളോട് എങ്ങനെ പെരുമാറണോ എന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി ആരും ആ ഗേറ്റ് കടന്ന് വരേണ്ടതില്ല. അതിപ്പോൾ ബന്ധുവായാലും അയലോക്കം ആയാലും. അപ്പോൾ ശരി, എനിക്ക് ഇച്ചിരി പണിയുണ്ടുള്ളിൽ, നീ ചെല്ലാൻ നോക്ക്. അമ്മയുടെ വാക്കും അയൽപ്പക്കത്തെ ചേച്ചിയുടെ ഇളുഭ്യമായ മുഖവും എന്തോ ആ നിമിഷം അവളെ ഒത്തിരി സന്തോഷിപ്പിച്ചു. അല്ലേലും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണ് നമ്മളെ ആകർഷിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന പച്ചപ്പിനെ നമ്മൾ തിരിച്ചറിയാൻ വൈകും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.